നവകേരള സദസ്സിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ.എസ്.യു പ്രവർത്തകരെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് വി.പി. സജീന്ദ്രൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മുദ്രാവാക്യങ്ങളുമായി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തിരിച്ചടിക്കും കട്ടായം ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ കാലം മാറും ഭരണം മാറും യൂണിയൻ ഭരിച്ചിടും. നവകേരള സദസ്സിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ.എസ്.യു പ്രവർത്തകർക്കെതിരെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. പ്രതിഷേധ യോഗം കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് വി.പി. സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നേരിട്ട് ആളുകളോട് പരാതി വാങ്ങുന്നു. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് മന്ത്രിമാർക്ക് അധികാരമുണ്ട്. ആ അധികാരം വിനിയോഗിക്കുന്നതിന് വേണ്ടിയാണ് ജനസമ്പർക്ക പരിപാടികളും മന്ത്രിമാരുടെ പര്യടനങ്ങളും സാധാരണ നടത്താറുള്ളത്. എന്നാൽ ഉദ്യോഗസ്ഥന്മാരെ മാത്രം വരുത്തി ഒരു സദസ്സ് നടത്തുന്നു. മുഖ്യമന്ത്രി സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നു. രണ്ടോ മൂന്നോ ഘടകകക്ഷി മന്ത്രിമാർ മാത്രം സംസാരിക്കുന്നു. ബാക്കിയുള്ള മന്ത്രിമാർ ബസ്സിൽ സഞ്ചരിക്കുന്നു. അവർ അണ്ടിപ്പരിപ്പ് തിന്നുന്നു. സമയാസമയങ്ങളിൽ ജ്യൂസ് കഴിക്കുന്നു. ഏതെങ്കിലും പെൻഷൻ കിട്ടാത്തവരെ അവിടെ വിളിക്കുന്നുണ്ടോ? ഏതെങ്കിലും പാവപ്പെട്ടവരെ വിളിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പ്രതിനിധികളെ വിളിക്കുന്നുണ്ടോ? ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെയോ അല്ലെങ്കിൽ ദുരിതമനുഭവിക്കുന്നവരെയോ പ്രതിനിധികളായിട്ട് ഒരാളെ പോലും വിളിക്കാതെ സദ്യ നടത്തി തിന്ന് മെഴുകി നടക്കുന്ന നവകേരള സദസ്സ് സാധാരണക്കാർക്ക് യാതൊരുവിധ പ്രയോജനവും ഇല്ലാത്ത യാത്രയാണെന്ന് വി.പി. സജീന്ദ്രൻ പറഞ്ഞു. വകതിരിവില്ലാത്ത മനുഷ്യനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് ഡി.സി.സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അധ്യക്ഷത വഹിച്ചുകൊണ്ട് പറഞ്ഞു. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിന്ന് ഈ വാഹനം പോകുമ്പോൾ റോഡിന്റെ ഇരുവശവും നിന്ന് സമാധാനപരമായി യൂത്ത് കോൺഗ്രസിന്റെയും കെ.എസ്.യുവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും സഹപ്രവർത്തകർ യുഡിവൈഎഫിന്റെ യുഡിഎസ്എഫിന്റെ കരകക്ഷികളുടെ പ്രവർത്തകർ കരിങ്കൊടി ഉയർത്തി ഈ മുഖ്യമന്ത്രിക്കെതിരായി മുദ്രാവാക്യം ഉയർത്തുന്നത്. അസഹിഷ്ണുത പൂണ്ട മുഖ്യമന്ത്രി ഈ ഗുണ്ടാ സംഘങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ ഈ പറയുന്ന പ്രതിഷേധക്കാരെ മുഴുവൻ തല്ലി അടിച്ച് തലകൾ പൊട്ടിച്ച് കയ്യും കാലും ഒടിച്ച് ഈ ദാർഢ്യവും ധിക്കാരവും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തുടർന്ന് മുദ്രാവാക്യങ്ങളുമായി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോൺഗ്രസ് നേതാക്കളായ എം.എൽ.എ. ടി.ജെ. വിനോദ്, കെ.പി. ധനപാലൻ, ഡൊമിനിക് പ്രസന്റേഷൻ, അബ്ദുൽ മുത്തലിബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മനോഹരമായൊരിടം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഹക്കോ ലേക്ക് വ്യൂ ബാങ്കറ്റ് ഹാൾ, കല്ലഞ്ചേരി റോഡ്, നോർത്ത് കുമ്പളങ്ങി, കൊച്ചിൻ 7. സ്വിമ്മിംഗ് കോച്ചിംഗ് ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെ.